ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബട്ടർ ഗാർലിക് റിങ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. 4 മണി ചായയുടെ കൂടെ വളരെ രുചികരമായ ഒരു പലഹാരമാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 പുഴുങ്ങിയ പൊട്ടറ്റോ, 1/2 കപ്പ് റവ, കോൺഫ്ലവർ പൗഡർ, 5 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ബട്ടർ, കുറച്ച് മല്ലിയില, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്. ആദ്യം ഒരു പാൻ സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിലേക്കിടാം. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ഇടാം. റവ മിക്സിക്കകത്ത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇത് 250 ml കപ്പിൻ്റെ 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടാം. ഇത് ഏകദേശം 3 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ 2 പൊട്ടാറ്റോ നന്നായിട്ട് മാഷ് ചെയ്തിട്ടാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊട്ടാറ്റോ റവയ്ക്കകത്ത് നന്നായിട്ട് മിക്സായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 20 മിനിറ്റ് നന്നായിട്ട് ആറാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്ത് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. എടുത്തു വെച്ചേക്കുന്ന മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇത് കുഴച്ച് കഴിഞ്ഞു. ഇതിന് അല്പം വെള്ളമയം ഉണ്ടായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ഇടുകയാണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ഇട്ടാലും മതി. ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. ഇനി ഇത് പരത്തിയെടുക്കാം. കല്ലിലേക്ക് അല്പം മൈദാപ്പൊടി ഇടാം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കനം കുറച്ചാണ് പരത്തേണ്ടത്. എന്നാലേ നമ്മൾ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇനി ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഞാൻ കുക്കി കട്ടർ വെച്ചാണ് മുറിക്കുന്നത്. ഏതെങ്കിലും ചെറിയ പാത്രം വെച്ച് മുറിച്ചാലും മതി. ഇനി ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന സർക്കിളിൻ്റെ നടുക്കിൽ നിന്ന് ഒരു വട്ടം കൂടെ മുറിച്ചെടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറ്റാം. അത് രണ്ടാമത് പിന്നെ കുഴച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.
ഇനി മിഡിലുള്ള ആ സർക്കിൾ എടുത്തു മാറ്റാം. റിങ്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന റിങ്സ് ഓരോന്നായിട്ടിടാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിടാം. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് എണ്ണയ്ക്കകത്തുന്നത് കോരിയെടുക്കാം. നമ്മുടെ ബട്ടർ ഗാർലിക് റിങ്സ് റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. വളരെ ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ടിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.